ചേലക്കരയും വയനാടും ഇന്ന് നിശബ്ദ പ്രചരണത്തിലേക്ക്. പാലക്കാട് അവസാനഘട്ട പ്രചാരണം സജീവമാണ്. 3 മുന്നണികൾക്ക് വേണ്ടിയും മുതിർന്ന നേതാക്കൾ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അടുത്ത ദിവസങ്ങളിൽ ശരിക്കും പാലക്കാട് നേതാക്കന്മാരെ കൊണ്ട് നിറയാനുള്ള സാധ്യതയുണ്ട്. വയനാട്ടിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം ചേരും. അതുപോലെ ദീപക് തരുണും വയനാട്ടിലുണ്ട്. ചേലക്കരയിൽ നിന്ന് സൂരജ് സജി നമുക്കൊപ്പം ചേർന്ന പ്രേക്ഷകരുമായി വാർത്തകൾ പങ്കുവയ്ക്കും. ആദ്യം ആഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആഷ്മി, ഇന്നലെ കൊട്ടിക്കലാശം തകർത്തോ? ആഷ്മിയുടെ ഡാൻസ് ഒന്നും കണ്ടില്ലെന്നൊക്കെ പ്രേക്ഷകർക്ക് ഒരു ചെറിയ പരാതിയുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എസ്കേൻ ഈ കുട്ടിക്കലാശം വലിയ ആവേശത്തിന്റെ പരികൂടിയിൽ ഇന്നലെ കുട്ടിത്തീർന്ന് സമാപിച്ചു. ഇടയ്ക്ക് ഞാൻ ചെറിയ 1-2 സ്റ്റെപ്പുകൾ വെച്ചായിരുന്നു എസ്കേൻ, പക്ഷേ അത് ക്യാമറയിൽ പകർത്താത്ത കാരണമാണ് അത് പ്രേക്ഷകർ കാണാതിരുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികൾ സത്യമോഗിയരൊക്കെ നിന്ന് നൃത്തം കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രിയങ്ക ഗാന്ധി, ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ അത്രത്തോളം വലിയ ആവേശം ഇവിടെ ഉണ്ടായിരുന്നു. എസ് നമുക്ക് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന ജനാധിപത്യത്തിൽ ഓരോ മഹോത്സവങ്ങളാണ്. അതിനെ കൈമെയ് മറന്ന് ആ ആഘോഷത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് മലയാളിയുടെ ശീലമാണ്. ആ ശീലം നമ്മൾ വയനാട്ടിൽ നിന്ന് ആവോളം കണ്ടു. തിരുവമ്പാടി ആവട്ടെ, LDFന്റെ കലാശം കൽപ്പറ്റയിലാവട്ടെ, ചുങ്കത്താവട്ടെ, എല്ലായിടത്തും ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശം പരകോടിയിലേക്ക് എത്തി. അത് കൊട്ടിത്തീർന്ന് സമാപിച്ചു ഇന്നലെ വൈകുന്നേരത്തോടെ. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. SK ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രത്തിലാണ്. നമുക്കിവിടെ കാണാം പോളിംഗ് സാമഗ്രികളുടെ വിതരണ കൗണ്ടർ, ഹെൽപ്പ് ഡെസ്ക്, മെഡിക്കൽ ടീം, അന്വേഷണങ്ങൾ എന്നിങ്ങനെ ബോർഡുകൾ. ഇങ്ങോട്ടേക്ക് രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവർ ഈ ദിവസത്തിന്റെ അധികാരികളാണ്. SK എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഓരോരോ ബൂത്തുകളിലെ റിട്ടേണിംഗ് വരണാധികാരികളാണ്. അവർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പോളിംഗ് സാമഗ്രികൾ എടുത്തുകൊണ്ട് ആ ബൂത്തിലേക്ക് പോയി തിരികെ ഇത് ഇങ്ങോട്ടേക്ക് എത്തിക്കും വരെ ഇവർ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ അധികാരികളാണ്. സർവ്വ പ്രമാണികളാണ് എന്ന് ഉറപ്പായും പറയാം. ഉഗ്രപ്രതാപികളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ കാണുന്ന ഈ ഉദ്യോഗസ്ഥർ. അപ്പോൾ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാൻ ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. SK 14,71,742 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മുന്നണികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷ. അതൊരു ഘട്ടത്തിൽ 10 ലക്ഷം വോട്ടർമാരെ എത്തിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ട്. അതിനു മുകളിലേക്ക് പരമാവധി പോളിംഗ് ശതമാനം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. ഇന്ന് നിശബ്ദ പ്രചരണ ദിവസം. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾ അവരുടെ പേഴ്സണൽ വോട്ടുകൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ സ്വകാര്യ സന്ദർശനങ്ങൾ, അങ്ങനെ സ്ഥാനാർത്ഥികളെ പരമാവധി കിട്ടുന്ന ഒരു ദിവസം കൂടി സ്ഥാനാർത്ഥികളെ പരമാവധി നേരിൽ കണ്ട് അവരുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാകും ഈ 3 സ്ഥാനാർത്ഥികളുടെ മുന്നണികളും ഇന്നത്തെ ഈ നിശബ്ദ പ്രചാരണ ദിവസത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാം ഇവിടെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഭൂരിപക്ഷം കൂട്ടുക. ഇന്നലെ രാഹുൽ ഗാന്ധി കൂടി ഇവിടെ കൊട്ടിക്കലാശ ദിവസമൊക്കെ എത്തിയതോടുകൂടി ഭൂരിപക്ഷം കൂടും എന്ന വലിയ പ്രതീക്ഷയിലാണ് UDF പ്രവർത്തകർ. അതേസമയം തന്നെ സത്യൻ മൊകേരി LDFന്റെ സ്ഥാനാർത്ഥി, ഇവിടെ LDFന് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. 2014 മത്സരിക്കുമ്പോൾ LDFന്റെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയാണ്. ഇക്കുറി LDFന്റെ വോട്ടുകൾ അന്ന് 3 ലക്ഷത്തെ ചിലവാനം വോട്ടുകൾ സത്യൻ മൊകേരി പിടിച്ചു. അതിന് മുകളിലേക്ക് വോട്ടുകൾ പിടിച്ചുകൊണ്ട് LDFന് അഭിമാനം കാക്കും സത്യൻ മൊകേരി എന്ന് തന്നെയാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. നവ്യ ഹരിദാസ് NDA സ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഇവിടെ വോട്ട് ശതമാനം കുത്തനെ ഉയർത്തിയാണ് K സുരേന്ദ്രൻ. അത്രത്തോളം എത്തിക്കണം, ഉറപ്പായും അത്രത്തോളം എത്തിക്കണം. അത് NDA ക്യാമ്പിന് അഭിമാന പ്രശ്നമാണ്. അങ്ങനെ 3 മുന്നണികൾ, 3 സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണ ദിവസവും അവരുടെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്, കഠിന പ്രയത്നത്തിലാണ്. 1371 ബൂത്തുകൾ ഇവിടെയുണ്ട്. സ്കാൻ ഇവിടെ ചൂരൽമല മേഖലയിലെ ദുരന്തബാധം അതിപ്പോഴും വേദനയായി നിൽക്കുന്നു. അപ്പോൾ ആ പ്രദേശത്ത് 2 ബൂത്തുകളുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ ആളുകൾക്ക് പ്രത്യേക ബസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. SK നമുക്കറിയാം വയനാട് എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ ലോക്സഭാ മണ്ഡലമാണ്. കേരളത്തിലെ രാജ്യം ഉറ്റുനോക്കുന്ന ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അത് വയനാടാണ്. ഇവിടെ അതിനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. കഴിഞ്ഞ തവണയും ഒക്കെ വലിയ ദേശീയ പ്രാധാന്യമുള്ള സ്ഥലമാണ് വയനാട്. ദേശീയ മാധ്യമങ്ങൾ തമ്പടിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ ചലനവും, ഓരോ നേട്ടവും, ഓരോ കോട്ടവും, കുതിപ്പും കിതപ്പും ഒക്കെ അത് ദേശീയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ വലിയ അഭിമാന പോരാട്ടം, അഭിമാന പ്രശ്നമാണ് മുന്നണികൾക്ക്. അവരുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക, പരമാവധി വോട്ടർമാരെ വീട്ടിൽ നിറക്കി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനും പോളിംഗ് ശതമാനം കുത്തനെ ഉയർത്താനുമാകും മുന്നണികളുടെ നീക്കം, ശ്രമം. വയനാട് രാഷ്ട്രീയ മണ്ഡലമാണ് വയനാട്. അപ്പോൾ സ്വാഭാവികമായും മുന്നണികളുടെ ആ ശ്രമം നാളെ വിജയിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. പരമാവധി പോളിംഗ് ശതമാനം ഉയരട്ടെ. SK. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിമാണ് വയനാട്ടിൽ നമുക്കൊപ്പം ചേർന്ന്. ഞാൻ വയനാട്ടിൽ തന്നെ നമ്മുടെ പ്രതിനിധി ദീപക് തർമുണ്ട്. ദീപക്കിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇനി ചേലക്കരയിലേക്കാണ്. സൂരജ് സജി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ചേലക്കരയിൽ ഇന്നലെ കൊട്ടിക്കലാശം തകർത്തു സൂരജ് സജിക്കും നടന വൈഭവമില്ല എന്ന് തെളിയിച്ചു. പാടിയില്ല. ഓക്കെ, പറയൂ സൂരജ്, കൊട്ടിക്കലാശ അനന്തരം എന്താണ് ഇപ്പോൾ ചേലക്കരയുടെ ഒരു അടിയൊഴുക്ക്?
എസ്കെൻ കൊട്ടിക്കലാശം അങ്ങനെ കളറായി. പക്ഷെ ദാ ഇപ്പോഴും സമയം 7:30 അടുക്കുന്നു. പക്ഷേ ചേലക്കര ഇങ്ങനെ മഞ്ഞു പുതച്ച് കിടക്കുകയാണ്, നഗരം ഉൾപ്പെടെ. അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയ മനസ്സും. എന്താണ് എന്ന് പ്രവചനാതീതമായി തന്നെ ചേലക്കര തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയും മുന്നേറ്റവും കാണുന്നുണ്ട്. പക്ഷേ LDF-നെ സംബന്ധിച്ച് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ കഴിയും എന്ന് LDF കണക്കുകൂട്ടുന്നില്ല. UDF ആകട്ടെ നേരിയ ഒരു വിജയമെങ്കിലും നേടാൻ കഴിയും എന്നുള്ളതാണ് UDF-ഉം കണക്കുകൂട്ടുന്നത്. BJP ആകട്ടെ ഒരു ത്രികോണ പോരാട്ടം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിലാണ് BJP-യും തുടരുന്നത്. എന്തായാലും 4 സ്ഥാനാർത്ഥികളുണ്ട്. DMK-യുടെ സ്ഥാനാർത്ഥിയായി MK സുധീർ കൂടി എത്തിയതോടുകൂടി ഈ മണ്ഡലത്തിൽ കടുത്ത മത്സരം തന്നെയാണ് ഉണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. എന്തായാലും 180 ബൂത്തുകളിലായാണ് ചേലക്കര വിധി എഴുതുക. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക. അല്പസമയത്തിനകം തന്നെ അതിന്റെ വിതരണ നടപടികളടക്കം നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 14 പ്രശ്നബാധിത ബൂത്തുകളാണ് ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ പോലീസിന്റെ വിന്യാസമടക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രസേനയുടെ അടക്കം സഹായം ചില ബൂത്തുകളിൽ തേടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒരാളെത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നത് വരെ, അതായത് ആരാണ് ഈ വോട്ട് ചെയ്യാൻ എത്തുന്നത്, ഈ വോട്ട് ചെയ്ത് അയാൾ മടങ്ങുന്നത് വരെയുള്ള ദൃശ്യങ്ങളടക്കം ഈ വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ പകർത്തുകയും ചെയ്യും. അതോടുകൂടി ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനം ഒരുക്കാൻ കഴിയും എന്ന് ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നു. 2,13,103 വോട്ടാണ് ഈ ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ചുള്ള. അതിൽ പുതിയ വോട്ടുകൾ ഉൾപ്പെടെയുണ്ട്. BJP കണക്കുകൂട്ടുന്നത് ഈ പുതിയ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ് BJP-യുടെ പ്രതീക്ഷ. 7,000-ലധികം വോട്ടുകൾ തങ്ങൾ ചേർത്തു എന്നൊരു അവകാശവാദം BJP മുന്നോട്ട് വെക്കുന്നു. അങ്ങനെയെങ്കിൽ 40,000-ഓളം വോട്ട് തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് BJP-യുടെ കണക്കുകൂട്ടൽ. ഈ NK സുധീർ അടക്കം 20,000 വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. LDF ആകട്ടെ പുതിയ വോട്ടർമാരാണ്. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി തങ്ങൾക്കുള്ള വോട്ട്, ആ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയും എന്നുള്ളതാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. UDF ക്യാമ്പ് ആകട്ടെ ഈ അവസാന ലാപ്പിൽ ഒരു രാഷ്ട്രീയ കാർഡ് കൂടി അവർ ഇറക്കുന്നു. ഈ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് രാധാകൃഷ്ണൻ പറഞ്ഞയച്ചതിന് പിന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ കാർഡ് കൂടി മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ രാധാകൃഷ്ണനെ CPM വഞ്ചിച്ചു എന്ന ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് അത്തരത്തിൽ രാധാകൃഷ്ണനെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഒരു വിള്ളൽ ഉണ്ടാക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം അത് UDF നടത്തുന്നു. അങ്ങനെ എല്ലാ തലത്തിലും ഒരു രാഷ്ട്രീയ ചൂട്, അതിൻ്റെ ചൂടും ചൂരും അതിൻ്റെ എല്ലാ പരമോന്നതിയിലേക്കും എത്തുന്ന ഒരു സാഹചര്യമാണ് ചേലക്കരയിലുള്ളത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ചേലക്കര പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. എസ്കേൻ, താങ്ക് യു. സൂര്യൻ സജിയാണ് ചേലക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ചേലക്കരയിലും വയനാട്ടിലും ഇനി നിശബ്ദ പ്രചാരണം. നിങ്ങൾക്കറിയുന്നത് പോലെ നാളെ ഈ 2 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക്, അതുപോലെ പാലക്കാട് പ്രചാരണം കത്തിപ്പടരുകയാണ്. പാലക്കാട് ഒരുപാട് ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യമൊക്കെ നമ്മളിനി ഉള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.